ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നാഷണൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്. നാഷണൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വേറൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ഫസ്റ്റ് റാങ്കുകാരനാണ് നിൽക്കുന്നത്. അതായത് ഇന്നലെ ഒരു റാങ്ക് ലിസ്റ്റ് ഇറങ്ങി, അതിൽ ഫസ്റ്റ് റാങ്കാണ്. ഇന്നൊരു റാങ്ക് ലിസ്റ്റ് ഇറങ്ങി, ഇന്ന് സെക്കൻഡ് റാങ്കാണ്. ഇത് കിട്ടിയ ഉടനെ ആൾ പാഞ്ഞു വന്നതാണ്. സാറെ കണ്ടിട്ട് പോകണുള്ളൂ എന്ന് പറഞ്ഞ്. അതാണ് പേര് അനീഷ്, പാലക്കാട് തന്നെയാണ് വീട്. അതായത് 560/2021 കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡിൽ ഫസ്റ്റ് റാങ്ക്. ഓക്കെ, ഇനി അതേപോലെ തന്നെ 24/2022 കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിൽ സെക്കൻഡ് റാങ്ക്. കൺഗ്രാജുലേഷൻ അനീഷ്. വളരെ സന്തോഷമുണ്ടാകുന്ന നിമിഷമാണ്. ഇന്നലെ രാത്രി തന്നെ ഇപ്പം വിളിച്ചത്, ജഗദീഷേട്ടാ എനിക്ക് മറ്റേ ഇതിൻ്റെ ഏതാണ് പറഞ്ഞത്, കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം വീവേഴ്സിൻ്റെ വന്നു. അതിൽ ആശാൻ്റെ ശിഷ്യനാണ് ഫസ്റ്റ് റാങ്ക് പറഞ്ഞത്. ആശാൻ്റെ ശിഷ്യൻ ആരാണ് ചോദിച്ചു. ആശാന്റെ ശിഷ്യൻ പറഞ്ഞ ഒരു അരുമ ശിഷ്യനാണ്. അരുമ ശിഷ്യൻ, ആ പ്രധാനപ്പെട്ട ശിഷ്യനാണ്. അപ്പം ഞാൻ ചോദിച്ചു, പേര് അനീഷാണോ ചോദിച്ചു. അതെ എന്ന് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് റാങ്ക്. ബാക്കിയൊന്നും എനിക്കറിയില്ല. എനിക്ക് ഫസ്റ്റ് റാങ്ക് ഉണ്ട്. ഞാൻ ഇപ്പം തന്നെ അതിൻ്റെ പ്രിൻ്റ് അയച്ചു തരാമെന്ന് പറഞ്ഞു. പുള്ളി അപ്പം തന്നെ അതിൻ്റെ പ്രിൻ്റ് അയച്ചു തന്നു. ഓക്കെ, അപ്പോൾ എനിക്കും വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ഇന്നിപ്പോൾ കുറച്ച് നേരത്തെ വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിങ്ങിന് വന്നിട്ടുണ്ട്. അതിൽ എനിക്ക് സെക്കൻഡ് റാങ്ക്. നമ്മളവിടെ വന്നു കഴിഞ്ഞാൽ വിനോദ് ആണ് ഫസ്റ്റ് റാങ്ക് എന്ന് പറഞ്ഞ് ആൾ പറഞ്ഞു. അത് കഴിഞ്ഞ് വിനോദ് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആ സമയത്ത് വേറൊരു വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, വേറെ പാലക്കാടിൻ്റെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ വിനോദ് വിളിച്ചു. അപ്പോൾ ഞാൻ ഫ്ലൈറ്റ് മോഡ് ആക്കിയത് കൊണ്ട് വിനോദിനെ എനിക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ വിനോദിനെ തിരിച്ച് വിളിച്ചു, കാര്യങ്ങൾ സംസാരിച്ചു. വിനോദ് ഇപ്പോൾ ഇവിടെ ഇല്ല. വിനോദ് വന്ന ശേഷം പുള്ളിക്ക് പറയാനുള്ളത് നമുക്ക് വിനോദിനെ കൊണ്ട് പറയിപ്പിക്കാം. ഇപ്പോൾ ഈ ഫസ്റ്റ് റാങ്ക് കിട്ടിയതിൽ എന്താണ്, സന്തോഷമാണോ? ഭയങ്കര സന്തോഷമുണ്ട്. ഭയങ്കര സന്തോഷമുണ്ടോ? ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. നീ എന്തിനാ കരയണത്? അങ്ങനെയില്ല, അതിന്റെ കണ്ണുകളൊക്കെ നിറയുന്നുണ്ട് കേട്ടോ പറയുമ്പോ തന്നെ. ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ ഫസ്റ്റ് കിട്ടുന്നുള്ളു. പക്ഷെ എനിക്ക് ഇതുപോലെ ഡ്രൈവിംഗ് ടെസ്റ്റിലും നന്നായി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി. അത് പിന്നെ ആശ്രമം ഗ്രൗണ്ടിൽ വെച്ചിട്ടായിരുന്നു. പിന്നെ അവിടുത്തെ കാര്യങ്ങൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് തന്നെ എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, എന്തൊക്കെ ചെയ്യണം, പിന്നെ സൈഡ് മരങ്ങൾ അതെന്തൊക്കെ ചെയ്യണം. പിന്നെ ഇവിടെ പറഞ്ഞു തന്ന എല്ലാ കുട്ടികൾക്കും ഡ്രൈവിംഗ് ടെസ്റ്റ് പോകുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. കാരണം അവർ ചൂടാകുമോ, ഇല്ലെങ്കിൽ അവരെന്തെങ്കിലും പറയുമോ, അതിൻ്റെ എല്ലാം ഇവിടെ നിന്ന് പയറ്റി കഴിഞ്ഞിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പയറ്റി കഴിയാൻ മാറുന്നല്ല, മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ശരിക്കും ഷൗട്ട് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങളെ തെറ്റി തിരുത്തിയിട്ട് ഫുൾ ഫിൽട്രേഷൻ ഇവിടുന്ന് കഴിയും. പിന്നെ അതിൻ്റെ അപ്പുറത്ത് നിങ്ങൾക്ക് ഒരു പ്രശ്നമേ ഇല്ല. അതാണ് ചിലവർക്ക് ഇഷ്ടപ്പെടും, ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. എൻ്റെ പല വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ ആൾ അതിനെ അതിജീവിച്ച് നിന്നുകൊണ്ട് അതിൻ്റെതായ ഗുണങ്ങൾ കണ്ടു. അപ്പോൾ ഞാൻ രാവിലെ എണീച്ച് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ എല്ലാ ദിവസവും ഇവിടെ ടെസ്റ്റിന് വരും. പിന്നെ എല്ലാ ദിവസവും അല്ല, കണ്ടിന്യൂസ് ആയിട്ട് യൂണിവേഴ്സിറ്റി ഡ്രൈവറും പിന്നെ എക്സൈസ് ഡ്രൈവർ പിന്നെ ഇതൊക്കെ 2-3 ഒപ്പം വന്നല്ലോ. ആ വന്ന സമയത്തൊക്കെ പുള്ളി രാവിലെ വരും, വൈകുന്നേരം ചിലപ്പോൾ ഇവിടെ ബസ്സിൽ കിടന്നുറങ്ങും, ഇല്ലെങ്കിൽ എൻ്റെ ഓഫീസിൽ വന്ന് കിടന്നുറങ്ങും, അല്ലെങ്കിൽ റൂം സൗകര്യങ്ങളുണ്ട്, ചിലപ്പോൾ റൂമിൽ കിടന്നുറങ്ങും, ചിലപ്പോൾ വീട്ടിൽ പോകും. ആ രീതിയിലൊക്കെ ആയിരുന്നു നിന്നിട്ടുള്ളത്. ഇവിടെ നിന്ന് പഠിച്ചതിനുള്ള 1 മാസത്തിൻ്റെ ഒരു മാസത്തോളം ഇവിടെ തന്നെ നിന്ന് പഠിച്ചതിന്റെ ഗുണം മൂപ്പര് കിട്ടി. 1 മാസം നിന്ന് പറഞ്ഞിട്ട് ഫുള്ളായിട്ട് ഇടുകയല്ല കേട്ടോ. ഇവിടെ നിന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യുക, അതിന്റെ കൂടെ പുള്ളി ഇട്ട് നോക്കുക, റോഡ് പോകുമ്പോൾ റോഡ് വരിക, കാര്യങ്ങൾ കേട്ട് തറവായപ്പോൾ അതിൻ്റെതായിട്ടുള്ള കറക്റ്റ് ലൈനിലേക്ക് എത്തി എന്ന് എനിക്ക് പറയാനോ. ശരിയല്ലേ? അപ്പോൾ ഇതുപോലെ ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ടെൻഷനായിരുന്നു മെയിൻ പ്രശ്നം. ആദ്യം നമ്മൾ കടമ്പ കിടക്കുന്നത് OMR ആയിരുന്നു. OMR കഴിഞ്ഞ ശേഷം പിന്നെ ടെൻഷൻ. ഇതിൽ 30 മാർക്ക് നമുക്ക് സ്കോർ ചെയ്ത് 30-ൽ 30 എങ്ങനെ മേടിച്ച് തരിക എന്നുള്ളതായിരുന്നു ഇവിടുന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടുന്ന് ചെയ്യുമ്പോൾ ഇവിടുന്നും കുറേ നമ്മുടെ തെറ്റുകളൊക്കെ അപ്പം പറഞ്ഞു തരും. അപ്പം തന്നെ ചെറുതായിട്ട് മാറ്റി നിർത്തിയിട്ട് കണ്ടുപഠിക്കുക പറയും. എന്നിട്ട് കണ്ടുപഠിക്കും, എന്നിട്ട് വീണ്ടും ചെയ്തു. അപ്പോൾ അവിടെ പോയി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ള ചെറുതായിട്ടുള്ള ചീത്ത അങ്ങനെയൊക്കെ പറയും, ഒരു നല്ല രീതിയിൽ. അതുപോലെ അവിടെ കണ്ടപ്പോൾ അവിടെ ആൾക്കാർ ചെയ്യുന്ന മിസ്റ്റേക്ക് ഇതാണ്, ഫസ്റ്റ് ഇടുമ്പോൾ റിവേഴ്സ് പെടണു, അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു. അതെന്തുകൊണ്ടാണ് പെടുന്നത്, അതെന്തുകൊണ്ടാണ് ഈ ഗിയറിന്റെ ലെവൽ എങ്ങനെയാണെന്നുള്ളത് ഇവിടുന്ന് 1008 പ്രാവശ്യം പറഞ്ഞു തന്നിട്ട്. അതായത് 6+1 7 ഗിയറിൽ നല്ലൊരു കൺഫ്യൂഷൻ തന്നെയാണ് കുട്ടികൾക്ക്. കാരണം സാധാരണ ഒരു ഗിയർ ഇങ്ങനെയാണ് പാറ്റേൺ പറഞ്ഞിട്ട് സിമ്പിളായി ചെയ്യാൻ പറ്റും. പക്ഷേ ഈ 6+1 7 ഗിയർ നമ്മളത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് അത് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് പല ആശാമാരും ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയിട്ട് റിവേഴ്സ് ഇട്ടതും ഫസ്റ്റ് ഇടുന്നതോടെ സെക്കൻഡ് ഇടുന്നതും ഫസ്റ്റ് ഒന്ന് സെക്കൻഡ് ഇടുമ്പോൾ ഫോർത്ത് ഇടലും ഈ പ്രശ്നങ്ങളൊക്കെ പല ആശാമാർക്ക് അവിടെ പോയി സംഭവിച്ചത് അതുകൊണ്ടാണ്. പിന്നെ ആശാമാർ അതിനെക്കുറിച്ച് അങ്ങനെ ഇട്ട് പഠിച്ചപ്പോഴാണ് അത് ക്ലിയർ ആയി. ആ അബദ്ധം എനിക്ക് പറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ നേരത്തെ വന്നിട്ട് മറ്റേ കുറേ കുട്ടികളുടെ കൂടെ ക്ലാസ്സിൻ്റെ കൂടെ എനിക്കും ക്ലാസ് തന്നിട്ടുണ്ടായിരുന്നു.
അപ്പൊ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ പൈസ മേടിക്കൽ മാത്രമല്ല എന്നുള്ളത് അപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെയല്ല അത് ഞാൻ തിരുത്തി തരാം അതായത് പുള്ളി ഇവിടെ തന്നെ കിടക്കുന്നത് കൊണ്ട് ഞാൻ രാവിലെ വരുമ്പോൾ 8 മണിയാവും. അപ്പോൾ ഈ രാവിലെ 6 മണി തൊട്ട് വണ്ടി ഇവിടെ ഫ്രീ ആണല്ലോ, നേരം എടുത്ത് കഴിഞ്ഞാൽ 8 മണി വരെ വണ്ടി ഫ്രീ ആണ്. അപ്പോൾ തലേ ദിവസം ശരിയാകാത്ത ആൾക്കാരെ ഞാൻ വിടൂല, അവരത് ഇവിടെ നിൽക്കണം, നിങ്ങൾ ചെയ്തിട്ട് അതിന് വേറെ എക്സ്ട്രാ ഫീസൊന്നും ഞാൻ വാങ്ങിക്കാറില്ല. അതൊക്കെ ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾ ഇപ്പോഴായിരിക്കും അറിയുന്നുണ്ടാവാം, ഇവിടുന്ന് പോയ ആൾക്കാർക്ക് അറിയും. പക്ഷെ അങ്ങനെ അനുഭവമുള്ള ആൾക്കാർ ഈ വീഡിയോ കാണുമ്പോൾ അതിൻ്റെ താഴെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ചില ആൾക്കാർ സാറേ ഇത് അങ്ങനെയല്ല ഒന്നുമില്ലാണ്ടെങ്കിൽ സാർ ഇത് പിടിക്കുമെന്ന് പറയുന്നത് ഞാൻ വാങ്ങിക്കും, അല്ലാത്തത് ഞാൻ ചോദിച്ച് വാങ്ങിക്കാറില്ല. ഒരു 98% ആൾക്കാരുടെ നിന്നും ഈ ഒരു ദിവസം നിന്ന് അടുത്ത ദിവസം രാവിലെ പ്രാക്ടീസ് ചെയ്താൽ ഞാൻ പൈസ വാങ്ങിക്കാറില്ല. ഇത് തന്നു പോണ കേസുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ രാവിലെ 8 മണിയാണ്, അപ്പോൾ ഈ 6 മണി തൊട്ടിട്ട് 8 മണി വരെ 2 മണിക്കൂറുണ്ട്, 2 മണിക്കൂർ ആൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ആളിലെടുത്ത് ബാക്കിയുള്ളവർക്ക് ക്ലാസ് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ നീയും ചെയ്ത് നോക്കിയാൽ പറഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ ആൾക്ക് കണ്ടു. അതാണ് പുള്ളിയെ പൈസൻ്റെ കാര്യം പറയുന്നത്. പിന്നെ ഇവൻ കുറേ ദിവസം നിന്നിട്ട് ഇവൻ ഒരുപാട് പൈസ തരാൻ നിന്നു. പക്ഷേ ഞാനൊരു 2-3 ദിവസത്തെ പൈസയാണ് ഇവൻ്റെ നിന്ന് വാങ്ങിച്ചോളൂ. ഞാൻ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല, നീ ആദ്യം റിസൾട്ട് എടുക്കുക, ജോലിയൊക്കെ കിട്ടിച്ചാൽ നമുക്ക് ആലോചിക്കാം. ഇനി ഞാൻ ചോദിക്കാനൊന്നും പോകണല്ലോ, പക്ഷേ നമുക്ക് ഒരാൾക്ക് റിസൾട്ട് കിട്ടി പറഞ്ഞാൽ അതിൽ കൂടുതൽ സന്തോഷം വേറെ ഒന്നുമില്ലല്ലോ. ഇനി പറയും. അല്ല അങ്ങനെയല്ല. അപ്പൊ രാവിലെ വന്നിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഓട്ടിക്കുക, പിന്നെ കുട്ടികൾ മാറി മാറി ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് കീറിയിട്ട് ആദ്യം പഠിപ്പിക്കും, പിന്നെ ഫസ്റ്റിന് സെക്കൻഡ് ഇവിടുത്തെ ട്രിക്കുകളൊന്നും പറഞ്ഞു കൊടുക്കണ്ട. അല്ല അങ്ങനെ എന്റെ മിസ്റ്റേക്കുകള് നിന്റെ മിസ്റ്റേക്കുകൾ വന്ന സമയത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്, ബിസിനസ് സീക്രട്ട്. അതിപ്പോ ഒരാളെ അതിനൊക്കെ കുറെ കൊണ്ടുപോയി നശിപ്പിച്ചു, അത് ഇനി ഞാൻ കൊടുക്കാൻ ഞാൻ അനുവദിക്കില്ല. അപ്പൊ അതുകൊണ്ട് അതൊന്നും പറയണ്ട. അല്ല അപ്പോ എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റി. അപ്പൊ രാവിലെ ടീ ഇടുന്ന സമയത്ത് അപ്പോൾ ഇനി നീ വണ്ടി തൊടണ്ട, മറ്റേ എനിക്ക് ഇനി നോക്കി പഠിക്കലാണ് ജോലി പറഞ്ഞത്. അപ്പൊ എന്നെ ഒരു ദിവസം ഫുള്ളായിട്ട് വണ്ടി തൊടാൻ തന്നില്ല, ഞാൻ നോക്കി പഠിക്കുക. പിറ്റേ ദിവസം മുതൽ എനിക്ക് ആ ഇതേ വന്നിട്ടില്ല. പിന്നെ ഞാൻ കൊല്ലം ആശ്രമത്തായിരുന്നു, ഗ്രൗണ്ടിൽ ആയിരുന്നു. അവിടെ ഞാൻ അതുപോലെ ഫസ്റ്റ് സെക്കൻഡ് അങ്ങനത്തെ അല്ല ഞാൻ ഇട്ടത് നല്ല ആത്മവിശ്വാസത്തിലായിരുന്നു. അതായിരുന്നു അത് 100% ഇവിടെ ഉറപ്പിച്ചിട്ടാണ്. കാരണം അങ്ങനെയാണ് ഞാൻ എന്താ പറഞ്ഞ അതാപത്തും. പിന്നെ 1 മാസം ഞാൻ ഇവിടെ ഫുള്ള് താമസിച്ചിട്ടുണ്ട്. എക്സൈസ് മുതൽ യൂണിവേഴ്സിറ്റി OA മറ്റേ ഡ്രൈവർ അതുവരെയും ഇവിടെ തന്നെയായിരുന്നു. പിന്നെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും മൂപ്പർ തന്നെയായിരുന്നു. അതൊന്നും മൂപ്പർ പറഞ്ഞിട്ടില്ല, ഒരു വീഡിയോയിൽ ഞാനും കണ്ടിട്ടില്ല. പിന്നെ എനിക്ക് റൂം എടുത്തു തന്നു PWDയിൽ. പിന്നെ മറ്റേ ഓഫീസ് തുറന്നു തന്നു, ലക്ഷങ്ങൾ വില മതിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അങ്ങനെയല്ല, ചിലപ്പോൾ എന്താണെന്നറിയാം, നമ്മൾ ആക്ച്വലി ഞാൻ റൂം എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ചിലപ്പോൾ എക്സസ് ആവും. നമ്മൾ പ്രതീക്ഷിക്കുന്ന ആൾക്കാർ കൂടുതൽ വരുമ്പോൾ എല്ലാവരും കൂടെ അവിടെ തിങ്ങി കിടക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ എൻ്റെ അടുത്ത് വേണം നീ എന്ന ഓഫീസ് കിടക്കുമെന്ന് പറയും. 1-2 ആൾക്കാർ ഓഫീസിൽ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കാര്യങ്ങൾ നടന്നു പോകണമല്ലോ. അപ്പം അങ്ങനെയൊക്കെ ഓഫീസിൽ നമ്മൾ ഇവരടുത്തൊക്കെ ഒരു വിശ്വാസത്തിന് മുകളിൽ ഏൽപ്പിച്ചപ്പോൾ പോവാണ്. അത് ഇവിടെ വന്ന മിക്ക ആൾക്കാർക്കും ആ കാര്യങ്ങൾ അറിയാം. പിന്നെ പോയി വരാൻ 2-3 കുട്ടികൾ ഇപ്പോൾ വേറെ ജില്ലയിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്നൊക്കെ ചിലപ്പോൾ അമർത്തി അങ്ങനെ പല ട്രെയിനിൽ നിന്ന് വന്നിട്ട് ഇറങ്ങുന്നുണ്ടാവും. അവർ വന്നിട്ട് രാത്രി എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ഇയോണ് തന്നു വിടും, ഒരു നീല കളർ. എന്നിട്ട് അവരെ കൊണ്ട് ഞാൻ എൻ്റെ കൂടെ റൂമിൽ താമസിപ്പിക്കും. ഞങ്ങളൊക്കെ റൂമിൽ താമസിച്ച് രാവിലെ നേരത്തെ വന്ന് ചെയ്ത് എല്ലാം മൂപ്പരിൻ്റെ ഇത് തന്നെയാണ്. പിന്നെ ഒരു ആത്മവിശ്വാസം ഇവിടെ തന്നെയാണ് കിട്ടിയത്. പിന്നെ എനിക്ക് കാർ ഓടിക്കാൻ പോലും അറിയില്ലായിരുന്നു. പിന്നെ ഇവിടെ വന്നിട്ടാണ് പിന്നെ ഞാൻ ലൈസൻസ് എടുത്തതും ഇവിടെ തന്നെയായിരുന്നു. എല്ലാം എൻ്റെ ഇതിൽ തന്നെയാണെന്ന് പറയാൻ കാരണം, നിങ്ങൾ എന്നെ വിശ്വസിച്ച് പാലക്കാട് കാലുകുത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് തിരിച്ച് നിങ്ങളുടെ നാട്ടിലേക്കുള്ള വണ്ടി കയറുന്നതിനുള്ള നിങ്ങളുടെ എല്ലാവിധ റെസ്പോൺസിബിലിറ്റിയും എൻ്റെയാണ്. അത് 100%. നിങ്ങൾക്കൊരു അസുഖം വന്നാലോ, നിങ്ങൾക്കൊരു പനി വന്നാലോ, നിങ്ങൾക്കൊരു തലവേദന വന്നാലോ, ഇവൻ അന്ന് ആ സമയത്ത് ഇവൻ്റെ കാലിലൊരു തകിട് കയറി, ഇതിൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് എന്തോ ഒരു കമ്പി എന്തോ കുത്തി കയറിയിട്ട് അത് വേറെ പ്രശ്നം. 2 ദിവസം കഴിഞ്ഞ പരീക്ഷ, ആ സമയത്ത് ഇവനെ കൊണ്ടുപോയി TT അടിക്കും. ഇതൊക്കെ എൻ്റെ റെസ്പോൺസിബിലിറ്റി. നമുക്ക് ആ ഉത്തരവാദിത്തമില്ലെങ്കിൽ പിന്നെ ഞാൻ ഈ കൊള്ളു നോക്കിയിട്ട് കാര്യമില്ലല്ലോ. പിന്നെ കാസർഗോഡ് നിന്ന് ഒരു ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു, പേര് പറയുന്നില്ല. അയാട്ടൻ വന്നതിന് ശേഷം അയാൾക്ക് മൊത്തം പനിയായിരുന്നു, എൻ്റെ കൂടെയായിരുന്നു. എന്നിട്ട് ഞാൻ അയാളെ റൂമിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജഗദീഷ് ചേട്ടനാണ് അതിൻ്റെ മരുന്ന് കാര്യങ്ങൾ, പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ, അങ്ങനത്തെ ഇവിടെ ബിസിനസ് മാത്രമല്ല ഇവിടെ ബിസിനസ് മാത്രമല്ല മറ്റേ മനുഷ്യത്തുന്ന ഒരു സംഭവം ഇവിടെ ഉണ്ട് എന്നുള്ളത് ഞാൻ അപ്പൊ മനസ്സിലാക്കി. ഇപ്പൊ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, നമ്മൾ മനസ്സിലാക്കി. അല്ലല്ല കാശ് കൊടുത്ത് പോകണോ? അല്ല എനിക്കുള്ള അനുഭവമായിരുന്നില്ല ഇത്. അല്ല പിന്നെ എന്റെ ഫുഡ് ഞാൻ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം എല്ലാം ഇവിടെ തന്നെ ആണ് സെറ്റാക്കിയത്. പിന്നെ ഞാൻ വീട്ടിലേ പോയിട്ടുണ്ടായിരുന്നില്ല, ഇവിടെ തന്നെയായിരുന്നു. അതെല്ലാം എന്റെയും കൂടി വിജയമല്ല, ഒരു നാഷണൽ ഡ്രൈവിംഗ് സ്കൂളിന്റെയും നമ്മുടെ ജഗദീഷ് ചേട്ടന്റെയും ആണെന്നാണ്. പിന്നെ എന്റെ രണ്ടാമത്തെ ഒരു ആശാനുണ്ട്, കൃഷ്ണേട്ടൻ, അയാളാണ് പിന്നെ ഒന്ന് സെറ്റാക്കി തന്നെ. നീ ഏതൊരു ടെസ്റ്റിന് പോയപ്പോ ഇവന്റെ അടുത്ത് ചോദിച്ചു നീ ഏത് പ്രൊഫഷണൽ ഡ്രൈവർ ആണെന്ന് എന്താ ചോദിച്ചത്? ഏത് വണ്ടിയാ ഓടിക്കണ ചോദിച്ചത്. അപ്പൊ ഏത് ടെസ്റ്റിന് പോയപ്പോഴാണത്? അത് എക്സൈസിന് പോയപ്പോ.
അപ്പോൾ ഇല്ല അത് ബസ് ഓട്ടിക്കുകയാണ് പറഞ്ഞു, പ്രൈവറ്റ് ബസ് ഓട്ടിക്കുകയാണ് പറഞ്ഞു. അപ്പോൾ ആ ശരി പറഞ്ഞു. പിന്നെ അടുത്ത അപ്പോൾ എല്ലാം നിൻ്റെ ഓടിക്കണ കണ്ടപ്പോൾ പറഞ്ഞാണ് പറഞ്ഞു. ആ ശരി പറഞ്ഞു. പറഞ്ഞത് ടീ ഇടുമ്പോൾ തന്നെയാണ് പറഞ്ഞത്, എന്നിട്ട് സൈൻ ചെയ്യാൻ വരുന്ന സമയത്ത്. അത് ആരാ ചോദിച്ചത്? MBD ആയിരുന്നു ചോദിച്ചത്. MBI അല്ല, MBI ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സാർക്ക് അത് കാണുമ്പോൾ തന്നെ മനസ്സിലായി അതിൻ്റെ ഒരു ക്വാളിറ്റി. അതായത് പിന്നെ അത്രയും ദിവസം, അതായത് നിങ്ങൾ എൻ്റെ അടുത്ത് എത്ര ട്രയൽ എടുക്കുന്നോ അതിനനുസരിച്ചുള്ള ക്വാളിറ്റി നിങ്ങൾക്ക് ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, എൻ്റെ അടുത്ത് പ്രാക്ടീസിന് വരുന്ന സമയത്ത് അഥവാ ഉദ്ദേശിച്ച രീതിയിൽ ആ ദിവസം ശരിയായില്ലെങ്കിൽ അടുത്ത ദിവസം കൂടി നിന്ന് ശരിയാക്കുന്ന ആ രീതിയിലുള്ള തയ്യാറെടുപ്പോടുകൂടി വരണം. രാവിലെ വന്നാൽ ഉച്ചയാകുമ്പോഴേക്കും പോകണം, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് വന്നാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും പോകണം, അല്ലെങ്കിൽ ഇന്ന് തന്നെ പെട്ടെന്ന് എല്ലാം റെഡിയാകണം. ആ ഒരു പ്ലാനിങ്ങോട് കൂടി വരരുത്. നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് ഒരു ടേണിംഗ് പോയിന്റ് ആ ഒരു ദിവസം മാറിത്തീരണമെങ്കിൽ, അല്ലെങ്കിൽ നാഷണൽ ഡ്രൈവിംഗ് സ്കൂളിലേക്കുള്ള ഒരു വിസിറ്റ് അങ്ങനെ ആയി തീരണമെങ്കിൽ നിങ്ങൾ അതിൻ്റേതായ സമയം കൈപ്പിടിച്ചിട്ട് വന്നാൽ നിങ്ങൾക്ക് എല്ലാവിധ എനർജി പോസിറ്റീവായിട്ടേ കിട്ടുകയുള്ളൂ. അതിലൊന്നും യാതൊരുവിധ സംശയവും ഇല്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, ഞാൻ ഒരുപാട് ആൾക്കാരെ വീഡിയോ ചെയ്യണമെന്ന് ഇവരൊക്കെ പറഞ്ഞത് സാധാരണ എനിക്ക് ഫസ്റ്റ് കിട്ടി എൻ്റെ വീഡിയോ ഞാൻ എപ്പോൾ വരണം അങ്ങനെയാണ് ചോദിക്കുന്നത്. പാലക്കാടായതുകൊണ്ട് ദൂരെയുള്ളവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരത് നിങ്ങളൊന്ന് എടുത്തിട്ട് അയച്ചു തന്നാൽ മതി, അല്ല ഞങ്ങൾ ഒരു ദിവസം വന്നിട്ട് കാണാം. ഞാൻ പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾ അവിടെ നിന്ന് എടുത്ത് അയച്ചാൽ മതി. അങ്ങനത്തെ വീഡിയോകൾ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇവരൊക്കെ ഇവിടെ ഉള്ളത് കൊണ്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഇന്ന് ഇറങ്ങിയതിൽ 24/2022 കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിൽ അതേപോലെ തന്നെ ഫസ്റ്റ് റാങ്ക് ഇവിടുന്ന് ഉള്ള പയ്യൻ തന്നെയാണ്. അവൻ ഇപ്പോൾ വേറെ ഭാഗത്താണ്. ഒന്നില്ലെങ്കിൽ വൈകുന്നേരം വരെ അല്ലെങ്കിൽ നാളെ വന്നിട്ട് നമുക്ക് വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വിനോദ് എന്നാണ് പേര്. ഇവിടെ അടുത്ത് തന്നെയാണ്. കുറേ കാലമായിട്ട് എൻ്റെ അടുത്ത് ഉണ്ട്. നമ്മളെ എങ്ങനെയാണെങ്കിലും വരുന്ന ആൾക്കാർക്കൊക്കെ ഒരു നല്ലൊരു ജീവിതത്തിൽ ടേണിംഗ് പോയിന്റ് ആകുന്നുണ്ട് എന്നുള്ളതിൽ വിശ്വാസമുണ്ട്. അത് എന്തുകൊണ്ട് അങ്ങനെ കുറേ റാങ്ക് കയറാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എത്രത്തോളം എങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ പ്രശ്നങ്ങൾ സോൾവ് ആക്കും. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് നിങ്ങൾ ഓടിക്കുമ്പോൾ തന്നെ എനിക്കത് കാണുമ്പോൾ മനസ്സിലാവും. അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തരുമ്പോൾ അതിനനുസരിച്ചുള്ള റിസൾട്ടുകൾ ഉണ്ടാവും. അത്രയേ ഉള്ളൂ. ഞാൻ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരാളാണ്, സ്ട്രൈറ്റ് ഫോർവേഡ്. തെറ്റ് വന്നാൽ ചീത്ത പറയും, അത് നിങ്ങളിൽ നിന്ന് വാങ്ങിക്കുന്ന പൈസയ്ക്കുള്ള ഉത്തരവാദിത്വമാണ് എന്ന് മാത്രം കരുതുക. അതല്ലാതെ നിങ്ങളടുത്ത് വെറുപ്പോ ദേഷ്യമോ ഒന്നുമേ ഇല്ല. കാരണം ഞാൻ എടുക്കുന്ന എഫേർട്ടിൽ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടായാലേ എനിക്ക് നിലനിൽപ്പുള്ളൂ. എനിക്ക് നിലനിൽപ്പുണ്ടാകണമെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാകണം. നിങ്ങൾക്ക് റിസൾട്ടും എനിക്ക് നിലനിൽപ്പും ഉണ്ടാകണമെങ്കിൽ ഞാൻ കൃത്യമായി സിൻസിയറിറ്റി ആയിട്ട് ആത്മാർത്ഥമായി ഞാൻ നിങ്ങളെ പഠിപ്പിക്കും പെരുമാറും ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ അതുണ്ടാവുള്ളൂ. പിന്നെ മിസ്റ്റേക്കുകൾക്ക് വഴക്ക് പറയണു, അതൊരു വഴക്കായിട്ട് എടുക്കരുത്. നിങ്ങളുടെ എനർജി ലെവൽ കൂട്ടാനുള്ള ഒരു ടെക്നിക്കാണെന്ന് മാത്രം ചിന്തിച്ചാൽ എല്ലാവിധ ഭാവങ്ങളും നിങ്ങൾക്കുണ്ടാവും. തൽക്കാലം ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ അനീഷ് വന്ന് കാര്യങ്ങളൊക്കെ അറിയിച്ച് വന്നതിൽ ഒന്ന് കണ്ട ഒരു വീഡിയോ ചെയ്യാൻ തയ്യാറായി എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവരും പറയും അരുമ ശിഷ്യനാണെന്ന്. കാരണം ഇവിടുന്ന് വിട്ടുപോയല്ല, അതിൻ്റേതായ ഗുണങ്ങൾ അവനുണ്ടായി കേട്ടോ. അപ്പോൾ എല്ലാവിധ ആശംസകളും. ഓക്കെ ബൈ.